ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നാണെങ്കിൽ ഞങ്ങൾ അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ട്രിപ്പിലാണ് കേട്ടോ. ഈ ഒരു ട്രിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രം കുറ്റാണ്, വെറും യാദൃശ്ചികമാണ്. ഈ ഒരു കുഞ്ഞു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി 9 മണിക്കാണ് കേട്ടോ. മാഹി ടു വയനാട്. ന്യൂലി മാരീഡ് കപ്പിൾസ് ആയിട്ടുള്ള ദീപ്തിൻ്റെയും അംജിൻ്റെയും കൂടെ ഞങ്ങൾ 3 പേരൂടെ ഉണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, അയ്യോ നാണയില്ലേ? ഞങ്ങളെല്ലാവരും ചേർന്ന് ഇവരുടെ ഹണിമൂൺ ഒരു ഫുൾ മൂൺ ട്രിപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവർക്കാണെങ്കിൽ കപ്പിൾസ് ട്രിപ്പിനോട് തീരെ താല്പര്യം ഉണ്ടായിട്ടില്ല. ആ ട്രിപ്പ് ക്യാൻസൽ ആവുന്നതിലും അടിപൊളിയല്ലേ ഞങ്ങളെല്ലാവരും പോയിട്ട് അടിപൊളിയായിട്ട് വരുന്നത്. അപ്പോൾ അവർക്കൊരു ട്രിപ്പുമായി ഞങ്ങൾക്കും ഒരു സന്തോഷം. അപ്പം നമ്മുടെ ട്രിപ്പ് ആനന്ദകരമാക്കാൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായത് ഭുവി ഹോം സ്റ്റേ ആണ് കേട്ടോ. ഉച്ചയ്ക്ക് 3 മണിക്ക് എത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ടായത് രാത്രി 12:30. എങ്ങനെ ഉണ്ടാവുമല്ലേ? അടിപൊളിയല്ലേ? ദീപ്തി മോളെ അവിടെ ചെന്ന പാടെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായതാണ് കേട്ടോ ഈ ഒരു ബബ്ലി. പിന്നെ ഞങ്ങൾ ഒരുപാട് ഗെയിംസൊക്കെ കളിച്ച് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. റെഡി 1 2 3. വേണ്ട, ഡയറാണ് ഡയർ. തകതകർത്തോണം 1 തകതകർത്തോണം. പറയണം, ട്രൂത്ത് പറയണം. ട്രൂത്ത് ഓർ ഡയർ കളിച്ച് പണി കിട്ടിയത് മൊത്തം ഹാപ്പിക്കായിരുന്നു കേട്ടോ. കാരണം അവൻ്റെ ഉള്ളിലിരിക്കുന്ന എല്ലാ നഗ്ന സത്യങ്ങളും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു കാര്യമാണ് കേട്ടോ, അമൂലിൻ്റെ പാൽപ്പൊടി അറഞ്ചം പുറഞ്ചം വാരി കഴിക്കായിരുന്നു ഞങ്ങൾ. എൻ്റെ ചേച്ചീൻ്റെ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനിടയിലാണ് പെട്ടെന്ന് ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായത്. ഐഫോൺ പണ്ടാരത്ത് നിന്ന് എന്തോ ഒരു എഫക്റ്റ് വന്നതാണ് കേട്ടോ. ഐഫോണിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ചതി ഉണ്ടാവുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാ ഭാഗത്തും ഇരുട്ടത്ത് ഇങ്ങനെ ഒരു സംഭവം കൂടെ കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും പേടിക്കൂലേ? അത്രയും ഞാനും ചെയ്തിട്ടുള്ളൂ. എനിക്കും പെട്ടെന്ന് പേടിയായിപ്പോയി. ഞങ്ങളുടെ ആർമാദിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനായിട്ട് 3:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായത് 8 മണിക്കാണ്. ആണെങ്കിൽ ഇപ്പം എഴുന്നേറ്റ് കേട്ടോ. ഇപ്പം സമയം 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് രാവിലെ എഴുന്നേറ്റിട്ട് കോടയൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല വെയിലാന്ന് പറയുന്നത്. നല്ല തണുപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ ഉറക്കിയത് തന്നെ 3:30 ആയിട്ട് ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഞാൻ പിന്നെ കുറച്ച് സമയമായപ്പോൾ എഴുന്നേറ്റ്. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായത് മോർണിംഗ് എഴുന്നേറ്റ് നല്ല കോടയുള്ള സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമുക്ക് കിടന്നുറങ്ങാമെന്നൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ആരെഴുന്നേക്കാനാ? എല്ലാവരും നല്ല പോത്ത് പോലെ കിടന്നുറങ്ങുമായിരുന്നു. ഞാനാണെങ്കിലും എഴുന്നേക്കണമെന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റതൊന്നുമല്ല. നമ്മുടെ ഹൗസിൻ്റെ മേലെ എന്തോ വന്ന് വീഴുന്ന സൗണ്ട് കേട്ടിട്ടാണ് എഴുന്നേറ്റിട്ടുണ്ടായത്. പിന്നെ ഉറങ്ങാനൊട്ടും തോന്നുന്നുമില്ല. അങ്ങനെ കുറേ സമയം ഈ ബാൽക്കണിയിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ കോടയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ സമയത്തിൻ്റെ പ്രശ്നമാണല്ലോ. ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായ ഹൗസാണ് കേട്ടോ ഇത്. ഇതായിരുന്നു എൻട്രൻസ് കയറുമ്പോൾ തന്നെയായിരുന്നു വാഷ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെയാണ് കേട്ടോ റൂം വരുന്നത്. ചേച്ചി ഇത് എപ്പോഴും കിടന്നുറങ്ങാണ്. പിന്നെ ഞങ്ങൾക്കൊരു ബാൽക്കണിയൂടെ വരുന്നുണ്ട് കേട്ടോ. ആ ബാൽക്കണി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒരു വ്യൂ. അതിനിടയ്ക്ക് ഹാപ്പി അംജി എഴുന്നേറ്റോ എന്ന് നോക്കാനായിട്ട് താഴത്തെ ഹൗസിലോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താഴത്തെ ഹൗസിലാണ് ദീപ്തിയും അംജിയും നിന്നിട്ടുണ്ടായത്. ഞങ്ങളുടെ ഹൗസിൻ്റെ ദീപ്തിൻ്റെ ഹൗസിൻ്റെ മിഡിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഹൗസ് വരുന്നത്. ഇത് ഇച്ചിരി വെറൈറ്റി ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല സിലിണ്ടർ ഷേപ്പൊക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഹൗസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ദീപ്തി എഴുന്നേറ്റോ എന്നൊക്കെ നോക്കാനായിട്ട് താഴോട്ടേക്ക് പോകുന്നു കേട്ടോ.
ദീപ്തി മോളെ, ദീപ്തി മോളെ എഴുന്നേക്ക്, എഴുന്നേക്കായി മതി ഉറങ്ങി, എഴുന്നേക്ക്. നമുക്ക് പൂളിലേക്ക് ചെയ്യണ്ട. ഇതാണ് ഞങ്ങളുടെ പൂൾ, അതാണ് ഞങ്ങളുടെ കാർ. ഇവരുടെ ഹൗസ് ഒന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഞങ്ങളുടെ ഹൗസ് നോക്കുമ്പോൾ കുറേ ഉപ്പിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്കാണെങ്കിൽ തെങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ രാത്രി അന്താക്ഷരി, ട്രൂത്ത് ഓർ ഡെയർ ഒക്കെ കളിച്ചിട്ടുണ്ടായത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കേട്ടപ്പോഴേക്ക് എല്ലാം ചാടി എഴുന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പിൾസിന് പറ്റിയ ചെറുതൊക്കെ എന്താ ചെയ്യണ്ടേ ചോദിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞു ഞാൻ അതെല്ലാം ചെയ്യൂ. നമുക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പൂരിയും ബാജിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു. പിന്നെ ഇവനെ കാണാൻ നല്ല ടൊവിനോന്റെ കട്ടില്ലേ, നമ്മളെ മീശോ ടൊവിനോ ആണ്. ഇവരെ ഹണിമൂണാണ് ആഘോഷിക്കാൻ വന്ന്. എന്നിട്ട് ഓള് നേരത്തെ ഇത് ശരിക്കും ഹണിമൂണല്ല, ഫുൾമൂൺ. അമൂൽ ബെസ്റ്റ് ബെസ്റ്റ്. ചെവിയിലതാ ബഡ്സ്. ഇവരെല്ലാം പൂളിലേക്ക് പോവാൻ പോന്ന ഇത് ഇടുന്നത് കേട്ടോ നല്ല വെയിലടിക്കുന്നില്ല. ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കരമാണ്. ഇത്രയും വെയിലത്ത് നമ്മളല്ലാണ്ട് ഇങ്ങനെ പോകൂല. എന്തായാലും വരി ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഫുൾ സ്ലീവ് ഇട്ടിട്ട് വന്നത്. ഇത് ജീവിതപരമാണ് അംജിയുടെ കയ്യിലിരിക്കുന്നത്. ഫോട്ടോ ആണെന്ന് കരുതി ഒരേ പോസിങ്ങിലാണ് പാവങ്ങൾ. ഞങ്ങൾക്കാണെങ്കിൽ പൂളിൽ നിന്ന് ആർമാദിച്ചിട്ട് മതി വന്നിട്ടില്ല. നല്ല വെയിലായത് കാരണം കുറച്ച് സമയം നിൽക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. എന്നിട്ടും ഞങ്ങൾ ഒരു 1.5-2 മണിക്കൂറോളം പിടിച്ചു നിന്നിട്ടുണ്ടായി. പിന്നെ അതിനടുത്തുള്ള കുറച്ച് പിള്ളമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കര ആർമാദിക്കലായിരുന്നു. ഇന്നലെയാണെങ്കിൽ ഈ സ്റ്റെപ്പ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ എന്തൊക്കെ അഫക്റ്റീവ് ആണ് പ്രേതാണെന്നൊക്കെ കരുതിയിട്ടുണ്ടായത്. ഐഫോൺ തന്നെ ഒരു നല്ല പണി തന്നെയായിരുന്നത്. ശേഷം ബാക്കി എല്ലാവരും പോവുകയാണ്. കുളിയെല്ലാം കഴിഞ്ഞു. ഇനി നല്ലോണം വിശക്കും തോന്നുന്നു കേട്ടോ. ചേച്ചി അങ്ങനെ ഉണ്ടേനും പോളിപ്പോ
അടിപൊളിയല്ലേ? ഞങ്ങളെല്ലാവരും ഫ്രഷ് ആയി കഴിയുമ്പോഴേക്ക് വെക്കേറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും പാക്കൊക്കെ ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി വന്ന് പിന്നെ അങ്ങനെ നമ്മൾ ഹോം സ്റ്റേനോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടോ. ഷോപ്പിൽ വന്നിട്ടാണുള്ളത്. പന്നി എങ്ങനെയുണ്ട്? പന്നി ഇറച്ചി എങ്ങനെയുണ്ട്? ഭയങ്കര അംജി ഏതാ ഇഷ്ടായത്? അതന്നെ, അത് കറക്റ്റാ. പന്നിയും തീറ്റയും. ഇതാണെങ്കിൽ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ കണ്ടൊരു സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി ആയതുകൊണ്ട് ഇവിടെ നിന്ന് നിർത്തിയതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് വിഷ്ണു ക്ഷേത്രം അങ്ങനെ എന്തോ ആണ്. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കാണെങ്കിൽ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ കണ്ടപ്പോഴേക്കും എവിടെയാ അത് പോയെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങളാണെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പൊളിക്കാന്നൊക്കെ കരുതിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു അരുവിൻ്റെ ചെറിയൊരു ഷോട്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് കണ്ണവാണ് കേട്ടോ. സ്ഥലം സൂപ്പർ, അടിപൊളി. നല്ല സൺലൈറ്റ് അടിച്ചിട്ട് ഫേസെല്ലാം ഭയങ്കര ഗ്ലോ ആയിട്ട് തിരിയുന്നുണ്ടാ. അവിടെ അമ്പലമാണ് കേട്ടോ അത്. അംജി ഒരു നേരം പോലും ഇരുടായി തോന്നുന്ന ഈ വലിയ കാട്ടിലൂടെയാണ് ഞങ്ങളുടെ ഈ യാത്ര. കാട് കഴിഞ്ഞു. പക്ഷെ ഞങ്ങളാണെങ്കിൽ എല്ലാവരും നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാട്ടിലെത്താറായി എന്ന് അറിഞ്ഞപ്പോഴാണ് ഒന്ന് തലപൊക്കിയിട്ടുണ്ടായത്. അൺപ്ലാൻഡ് ട്രിപ്പ് എന്നും സ്പെഷ്യലായിരിക്കും. നോ പ്ലാൻസ്, നോ റിഗ്രറ്റ്സ്, ജസ്റ്റ് ഇൻക്രെഡിബിൾ മെമ്മറീസ്. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.